8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. ദേശീയ ഹൈവേ നിർമ്മാണത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് സർക്കാർ ഒരക്ഷരം പോലും പറയാതിരുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഇന്നലെ കേരള വികസനത്തിന് വേണ്ടി നിവേദനം നൽകിയ മുഖ്യമന്ത്രി കഴിഞ്ഞ 9 വർഷമായി എന്തെടുക്കുകയായിരുന്നുവെന്നും ചെന്നിത്തല ചോദിച്ചു. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ ഇതുവരെ വിമർശനത്തിന്റേതായ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കേരളത്തിലെ ഒറ്റ റീച്ചിലെ അഴിമതിക്കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ മാത്രം 867 കോടി രൂപയുടെ ലാഭം അദാനിക്കുണ്ടായി എന്നാണ് കണക്ക്. മറ്റുള്ള 22 റീച്ചുകളിൽ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കാൻ തയ്യാറാകണം. ഹൈവേ തകർന്നതിന്റെ പേരിൽ പ്രതിപക്ഷം ഇവിടെ ആഘോഷിക്കുകയാണ് എന്ന ധാരണയൊന്നും മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് അത് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു. ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് പ്രധാനം. ഇതുപോലെയുള്ള അഴിമതികൾ ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. അതീവ ഗുരുതരമായ അഴിമതിയാണ് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കുമുണ്ട്. നിതിൻ ഗഡ്കരിയുമായുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്നിട്ടും കേന്ദ്രമന്ത്രിയെ കണ്ടിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരക്ഷരം പോലും മുഖ്യമന്ത്രി പറയാതിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ BJP സർക്കാരിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഡബിൾ എഞ്ചിൻ സർക്കാരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി തുറന്നുകാട്ടാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണോ അദ്ദേഹത്തിന് വികസന കാര്യം ഓർമ്മ വന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണിത്. മുഖ്യമന്ത്രി കുറെ കാലമായി മലപ്രദേശ ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്. മലപ്രദേശ ജനങ്ങൾ ചതിയന്മാരാണ് എന്ന് ഇപ്പോൾ പറഞ്ഞു. ആരെയാണ് ഈ ജനം വഞ്ചിച്ചത്? അദ്ദേഹം ഇതുവരെ തന്റെ വാചകം തിരുത്താൻ തയ്യാറായിട്ടില്ല. നേരത്തെ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന മലപ്പുറത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വലിയ തോതിലുള്ള അഴിമതി ഒരു റീച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു റീച്ചിലാണ് 867 കോടി രൂപയുടെ ലാഭം അദാനിക്കുണ്ടായത്. മറ്റുള്ള 22 റീച്ചുകളുടെ സ്ഥിതി എന്താണെന്ന് ഇനിയും പരിശോധിക്കണം. അപ്പോൾ ഞങ്ങളാരും ഹൈവേ തകർന്നതിന്റെ പേരിൽ ഇവിടെ ആഘോഷവും നടത്തുന്നില്ല. മുഹമ്മദ് റിയാസിന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നിങ്ങളുടെ ജോലി ചെയ്യാതെ, നിങ്ങൾ മോണിറ്റർ ചെയ്യാതെ ഈ വലിയ തോതിലുള്ള അപകടം ഉണ്ടായപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന ബാധ്യത ഞങ്ങൾക്കില്ലേ? ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ജനങ്ങളുടെ സുരക്ഷിതത്വമല്ലേ പ്രധാനം? അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന വലിയ ഗുരുതരമായ തീവട്ടിക്കൊള്ളയാണ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഇതങ്ങനെ തേച്ചു മായ്ച്ചു കളയാമെന്നൊന്നും മുഖ്യമന്ത്രി കരുതണ്ട. നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ട്, മന്ത്രി ഉണ്ടായിട്ട് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഇല്ലേ? അപ്പോൾ BJPയെ പിന്തുണയ്ക്കുക എന്നുള്ള നടപടിയാണ് കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഈ അഴിമതി അന്വേഷിച്ചേ മതിയാകൂ. ഇത് തേച്ചു മായ്ച്ചു കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ കയ്യം കെട്ടി നോക്കി നിൽക്കണമെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. ഞങ്ങളാരും ആഘോഷിക്കുന്നില്ല. എല്ലാവർക്കും ദേശീയപാത. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടാകുമ്പോൾ ആ അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. മലപ്പുറത്തിനെതിരെ നടത്തിയ ആക്ഷേപങ്ങൾ പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണം. KC വേണുഗോപാൽ നടത്തിയ പ്രസംഗത്തെ വളച്ചൊടിക്കുകയാണ് CPM സെക്രട്ടേറിയറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ 4-5 മാസത്തെ പെൻഷൻ ഒന്നിച്ചു കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള തന്ത്രം ആവിഷ്കരിക്കുകയാണ്. ഇത് CPMന്റെ സ്ഥിരം പണിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 7 മാസത്തെ പെൻഷൻ ഒന്നിച്ചു നൽകി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും ഇത് തന്നെ ചെയ്തു. ഈ വിഷയത്തിൽ വേണുഗോപാൽ പറഞ്ഞത് സത്യമാണ്. മാസം മാസം കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകൾ പിടിച്ചുവെച്ച് ഒന്നിച്ചു കൊടുത്ത് വോട്ടർമാരെ കബളിപ്പിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.